ഗ്രീൻ ഹൗസ് ക്ലീനിങ് പ്രശ്നേഷിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രശ്നേഷ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊക്കെ അറിയൂ. പ്രശ്നേഷ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അടിച്ചാൽ തന്നെ ഇങ്ങരുടെ കുറേ വീഡിയോസ് വരും. അപ്പം ഇങ്ങർക്ക് കഴിഞ്ഞ ദിവസവും ആലപ്പുഴ ബീച്ചിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായി. പക്ഷേ ആ പ്രശ്നം ഇങ്ങേരായിട്ടുണ്ടാക്കിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി അതിനകത്ത് പറയുന്നതിനനുസരിച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ചിലർ ഇങ്ങേരെ ചൊറിയാനായിട്ട് തന്നെ വന്നതുപോലെയുണ്ട്. കാരണം ബാക്കിയുള്ളവർ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അത് ഈ പ്രശ്നേഷ് കാരണമാണ് എന്ന് വിചാരിച്ചോളൂല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്താലും ആൾക്കാർ പ്രശ്നേഷിനെതിരെ വരും, പ്രശ്നേഷിന് ഒരുപാട് നെഗറ്റീവ് പറയും എന്നറിയാവുന്ന കുറച്ച് ആൾക്കാർ വന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയ പോലെയൊക്കെയാണ് ഫീല് ചെയ്തത്. ഇപ്പോൾ പ്രശ്നേഷിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിലും പുള്ളിക്ക് ഏതോ ഒരു ടൈം തൊട്ട് നെഗറ്റീവുകൾ വരാൻ തുടങ്ങി. പിന്നെയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്ത് നെഗറ്റീവുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു. എന്തിനും കുറ്റം മാത്രം പറഞ്ഞ് ആൾക്കാർ ഇങ്ങേരെയും കുറ്റം പറയാൻ തുടങ്ങി. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. അപ്പം പുള്ളി കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യമാണെങ്കിലും ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് ചെയ്ത കാര്യമാണെങ്കിലൊക്കെ മൊത്തത്തിൽ നോക്കിയാൽ നല്ലൊരു കാര്യമാണ്. ആരും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കാത്ത, അല്ലെങ്കിൽ വിചാരമുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ മടിക്കുന്ന കുറേ കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബീച്ചിൽ വെച്ച് പുള്ളിക്ക് തല്ല് കിട്ടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നൊരു പട്ടിക്കുഞ്ഞിന് ഇങ്ങേരെടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നു. ഇങ്ങരുടെ ഭാര്യയും ഇങ്ങരുടെ അനിയത്തിയും പെങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആശുപത്രി കൊണ്ടുപോയിട്ട് തിരിച്ച് തന്നെ ബീച്ചിൽ വിടാൻ വരുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ബീച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കണമല്ലോ, ഇതെൻ്റെ പട്ടീനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുന്നതല്ല, ഇവിടെ നിന്ന് എടുത്തിട്ട് പോയതാണെന്നൊരു എന്തെങ്കിലും ഒരു തെളിവ് ആ വീഡിയോ ഒന്നും പുള്ളി എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും തിരിച്ചു കൊണ്ടുവിടാൻ വന്ന സമയത്താണ് അവിടെയുള്ളവർ ചോദിച്ചത്, നീ പട്ടീനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നമായിട്ട് മാറി. അപ്പം ഭാര്യയും അനിയത്തിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവർ കൂടെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടൊരു വ്യക്തിക്ക് കുടുംബം കൂടെ ഉള്ളപ്പം ഒന്ന് ഒതുങ്ങും, കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതിനുശേഷം പുള്ളി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നുള്ള വീഡിയോ സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. കാരണം അവിടെയുള്ള പട്ടികൾക്കൊക്കെ തീറ്റ കൊടുക്കുക. പിന്നെ അതിലും മെച്ചപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയോ, അവിടെ കിടക്കുന്ന കുറേ സിറിഞ്ചുകളുണ്ടല്ലോ, കുറേ സിറിഞ്ചുകൾ അവിടെ വന്ന് കിടപ്പുണ്ട്. അതൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും കൊണ്ടിടുന്നവരെ സമ്മതിക്കണം. കടൽ തീരത്ത് കൊണ്ടുവന്ന് കുറേ സിറിഞ്ചും കുറേ വേസ്റ്റും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ പുള്ളി ഓരോ സിറിഞ്ചുമായിട്ട് അതിൽ നിന്ന് എടുക്കുക, അത് ഡിസ്പോസ് ചെയ്യുക, വൃത്തിക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള പരിപാടി ചെയ്യുക. അതാണ് പുള്ളി ഇന്നത്തെ വീഡിയോയിൽ ഇട്ടേക്കുന്നത്. അപ്പം പുള്ളി വീഡിയോ എടുക്കുന്ന രീതി തന്നെ എങ്ങനെയാണെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ഫോൺ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. സാധാരണ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടല്ലേ എടുക്കുക. പുള്ളി ഇങ്ങനെയാണോ? പുള്ളിൻ്റെ വീഡിയോ കാണാനൊരു സുഖമില്ല കേട്ടോ. അത് പുള്ളി അങ്ങനെ തന്നെ പുള്ളി അത് മാറ്റുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ തന്നെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ സൂപ്പറായിരുന്നു. പുള്ളി അതിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് പുള്ളി ചെയ്യുന്നതെന്നറിയില്ല. അപ്പോൾ പുള്ളി എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി എത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്താലും പുള്ളിക്ക് നെഗറ്റീവ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാവും. അതിൽ പുള്ളിയായിട്ട് വരുത്തി വെച്ചൊരു സാധനമാണ് പ്രശ്നേഷ് എന്നുള്ള പേര് തന്നെ അറിയില്ല. എന്ത് കണ്ടാലും കക്കൂസിലെ ബാക്ടീരിയകളെ ചവിട്ടിക്കൊല്ലുക, കുടിക്കാനെടുക്കുന്ന വെള്ളത്തിൽ സാനിറ്റൈസർ അടിക്കുക, ഇങ്ങനത്തെ ഓരോരോ കലാവിരുതുകളാണ് പുള്ളിക്ക്. അപ്പോൾ പുള്ളീൻ്റെ ഈ കലാവിരുതുകൾ കാണുമ്പം നാട്ടുകാർ എങ്ങനെ മിണ്ടാതിരിക്കും? ഇവിടെ കൊറോണയായിട്ട് പോലും സാനിറ്റൈസർ അടിക്കാൻ മടിക്കുന്ന ആൾക്കാരുള്ളപ്പോഴാണ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്. അപ്പോൾ എന്തിനും പ്രശ്നം. അതുകൊണ്ടാണ് പ്രശ്നേഷ്. പക്ഷേ ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് മറ്റുള്ളവരൊരു പ്രശ്നമായിട്ട് വരുമ്പോഴും അതും കൂടി ഇങ്ങരുടെ തലയിൽ വരുവാണ്. അത് പുള്ളീൻ്റെ സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു സഹതാപം തോന്നി കേട്ടോ. അതായത് പുള്ളി പറയുന്നുണ്ട്, ഞാനിപ്പം എന്ത് ചെയ്താലും ആൾക്കാർക്ക് പ്രശ്നം മാത്രമേ ഉള്ളൂ, ഞാനിപ്പം എൻ്റെ കുടുംബജീവിതത്തിൽ ആർക്കും കയറി കളിക്കാം എന്നുള്ള ഒരു സ്ഥിതിയിലാണ്, ഞാൻ എല്ലാവരുടെയും ചെണ്ടയാണോ എന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്. പുള്ളിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ അതോടുകൂടി പുള്ളി അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും കാണുന്നുണ്ട്. ഇത്രയും പേര് പുള്ളീനെ അറിയാൻ തുടങ്ങിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഓരോരുത്തരുടെ ട്രോളുകളും ഓരോരുത്തരുടെ റിയാക്ഷൻ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ അറിയാൻ തുടങ്ങിയത്. അത് പുള്ളിക്ക് അഭിമാനിക്കാം. പക്ഷെ അറിയാൻ തുടങ്ങിയത് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനാണ്. പക്ഷേ സാരമില്ല, പുള്ളി എന്നേലും ഒരു ദിവസം ഇത്രയും നല്ല കാര്യം ചെയ്യുന്ന പുള്ളിയിൽ എന്നേലും ഒരു ദിവസം വളർന്നു വന്ന് ആൾക്കാർ പുള്ളീനെ അംഗീകരിക്കും. ആ കാര്യം സംശയമില്ല.